ഓം ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തിലെ 11-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ദേവിയുടെ 27-ാമത്തെ നാമവും 28-ാമത്തെ നാമമാണ് പ്രതിപാദിക്കുന്നത്. നിജ സല്ലാപ മാധുര്യ വിനിർഭക്സിത കച്ചബി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. നിജ ദേവിയുടെ സല്ലാപം, ആ ശബ്ദം, മാധുര്യം വളരെ മധുരമായിരിക്കുന്നു. വിനിർ എവിടെ നിന്നും വരുന്നത് പോലെ, ഭർസിത ആ ഒരു സുന്ദരമായ കച്ചബിയിൽ നിന്നും. കച്ചബി എന്നാൽ സരസ്വതി ദേവിയുടെ വീണയിൽ നിന്നും വരുന്നത്. അതായത് സരസ്വതി ദേവിക്ക് വീണാപാണി എന്നാണ് ഒരു നാമം. അപ്പോ വീണയെ ഏന്തുന്ന ആ സരസ്വതി ദേവി ആ വീണയിലൂടെയാണ് ഓരോരുത്തർക്കും വിദ്യ കൊടുക്കുന്നത്. അത് പഠിത്തം മാത്രമല്ല, ഏതൊരു വിദ്യ ആയാലും, അത് കലയായിക്കോട്ടെ, കഥയായിക്കോട്ടെ, കാവ്യമായിക്കോട്ടെ, നടനമായിക്കോട്ടെ, നാട്യമായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ആ ദേവിയുടെ വീണയിൽ നിന്നും വരുന്ന സ്വരങ്ങൾക്ക് അപ്പോൾ എത്രമാത്രം മാധുര്യം കാണും. അതേപോലത്തെ മാധുര്യമാണ് ദേവിയുടെ വായിൽ നിന്നും വരുന്ന ആ സുന്ദരമായ ശബ്ദം. മന്ദസ്മിതം, സ്മിതം എന്നാൽ ചിരി, മന്ദസ്മിതം എന്നാൽ മനോഹരമായ ചിരി ദേവിയുടേത്. പ്രഭ, അവിടെ മുഴുവനും പ്രകാശത്തെ പരത്തുന്നു. പൂരം, അവിടെ എല്ലായിടത്തും അതൊരു എങ്ങനെയാണ്, മജ്ജത് ഒരു നദിയെ പോലെ ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കാതെ ആ ചിരിയുടെ പ്രകാശം, പ്രഭാവം എല്ലായിടത്തും പരക്കുന്നു. അതും കാമേശ മാനസ, കാമത്തിന്റെ ഈശ്വരനായ കാമേശ്വരൻ ഓരോരുത്തരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ആ പുഞ്ചിരി മാനസ, മനസ്സിൽ കൊണ്ടുവരുന്നു. ഓരോ ഭക്തനിലും ദേവി ചിരിക്കുകയാണെങ്കിൽ ആ ദേവിയെ നമസ്കരിച്ച് ദേവി പറയുന്ന കാര്യങ്ങൾ, ആ സുന്ദരമായ ശബ്ദത്തിൽ നിന്നും വരുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. നിജസല്ലാഭ മാധുര്യ വിനിർഭക്സിത ഗച്ഛബി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ.